അപ്പോൾ അതിന് ഞാൻ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, അവരെ എഴുതി തരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാനാണ് കേസ്. അപ്പോൾ ഇതാണ് ഉണ്ണിക്കുട്ടൻ, ഇത് അപ്പോൾ അഡ്വികയുടെ അനിയനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ അപ്പം ഇൻട്രോ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നു. ഇപ്പം അപ്പം ഞാൻ ചോദിക്കും, അവരെ എഴുതിത്തരാം. അതാണ് കളി. എന്നിട്ട് നമുക്ക് എത്രയാണ് അവർ ഞാൻ നോക്കും. അപ്പോഴത്തേക്ക് സംഭവം രണ്ടുപേരും ഒരേപോലെ ആണെങ്കിൽ ഗൈസ് അവർക്ക് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അതൊക്കെ ഓക്കെ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടാ, റെഡി? ഗെയിം തുടങ്ങാൻ വേണ്ടി റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ആരും നോക്കി എഴുതായിരിക്കും. ഉണ്ണിക്കുട്ടൻ എടാ നീ നോക്കണേ. ആരുഷേ നിങ്ങൾ അവർ നോക്കി എഴുതണോ നോക്കണേ. എഴുതി കഴിഞ്ഞാ രണ്ടേരം എനിക്ക് തരൂ. ഇനി നോക്കല്ലേ, നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കണം ഗൈസ്. ഉണ്ണിക്കുട്ടൻ നീ അവിടെ ചെന്നിരുന്നു, നീ ജഡ്ജിയാണ്, നീയാണ് ജഡ്ജി. അങ്ങോട്ട് ചെന്നിരുന്നോ. എടാ നിനക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ, ഞാൻ നോക്കാം. ഓ ഗൈസ് ചിലത്തിൽ ഇവർ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. 2 പേര് പറഞ്ഞത് ഗൈസ് ഇതാണ്. ഇല്ല അത് നോക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഇതാണ് ഗൈസ് ശ്രേയ എഴുതിയത്. ശ്രേയ അല്ല, ആരുഖ്യ എഴുതിയത് ഗൈസ്. ഇതാണ് നമ്മൾ അഡ്വിക എഴുതിയത്. പൊന്നു അതാണ് ഗൈസ്. അപ്പൊ പൊന്നു എഴുതിയത് അതാണ് ശ്രേയ എഴുതിയത്. ഇതാണ് പൊന്നു എഴുതിയത്. അപ്പൊ ഇവരുടെ ഒരു ആദ്യത്തെ ഇതിൽ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഒന്ന് നിട്ട് വെക്കേ, 15 എണ്ണം കാണുമേ. പെട്ടെന്ന് തീർക്കണം. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ 15 എണ്ണം. ഓക്കെ, നമ്മൾ ഗെയിം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഒരെണ്ണം എഴുതണം. അതിൻ്റെ അകത്തൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണം എഴുതണം. ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുക്കാം. ശ്രേയ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് പോകും, ഞാൻ ഇന്ന് വിലയിരുത്തട്ടെ. നില്ലിട, ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടെ നില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ പൊന്നൂസ് എഴുതിയിട്ട് വന്നിട്ടുള്ളത് ചട്ടം പീസാണ്. അതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ചട്ടം പീസ് എന്നാണ് പൊന്നൂസ് എഴുതി കൊണ്ടുവന്നത്. ഇവിടെ എഴുതിയിട്ടുള്ളത് ഗൈസ് ഐ ആം സോവി ചാനലാണ് ഗൈസ്. ഐ ആം സോവി എന്ന് പറഞ്ഞ ചാനലാണ് കണ്ടിട്ടുള്ളത്. എല്ലാരും സ്നേഹം കൊണ്ട് വാരി പുണരുകയാണ്. അപ്പൊ ഗൈസ് ശ്രേയ എഴുതിയിട്ടുണ്ട് ഐ ആം സോവി ആണ്. ഇവിടെ ചട്ടം പീസാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ രണ്ടുപേർക്ക് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോറിൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അങ്ങോട്ടൊക്കെ, നമ്മളെ എന്ന് പറഞ്ഞാൽ മലയാളമല്ല. ഒരു ചാനലും കാണാറില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം. അപ്പൊ ഗൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഉണ്ണിക്കുട്ട എഴുതാൻ കൊള്ളത്തില്ല. എഴുതാൻ ആൾക്കാർ ഒരെണ്ണം കൂടുതൽ കണ്ടല്ലേ ഏറ്റവും ഇഷ്ടം. ഒരെണ്ണം എനിക്ക് പൊന്നു 2 എണ്ണം എഴുതേണ്ടി വരും. ഒരെണ്ണം മാത്രമായിട്ട്. എടാ ഉണ്ണിക്കുട്ട നീങ്ങടാ.
ഓ ശ്രേയ കൊണ്ടുവന്നിരിക്കുന്ന ഇതാണ് ഗൈസ്. ഗൈസ് ഇവർ ഇതിൽ വിജയിച്ചിരിക്കുകയാണ്. ഇവള് പ്രേമലു ആണ് എഴുതിക്കൊണ്ടെന്ന്. ഇവള് പ്രേമലു പ്രേമലു എന്നാണ് എഴുതി വെച്ചത്. ശ്രേയ കറക്റ്റ് ആയിട്ട് പ്രേമലു എഴുതിട്ട്. അപ്പൊ ഇവർക്ക് 2 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇവർക്ക് 2 പോയിന്റ്. അതെന്റേതാടാ, എന്റേത്. അതിന്റെ ലിസ്റ്റ് ഉണ്ടോ? ഷോപ്പിംഗ് ലിസ്റ്റ്. ഓക്കെ, അടുത്ത് നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ശ്രേയ ഡിലീറ്റ് ചെയ്തോ? നിങ്ങൾക്ക് ഒന്നും കൂടി 2 കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ? നാലായല്ലോടാ. ആ ഗൈസ്, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കൊറേയല്ലോ, ഒരെണ്ണം എഴുതണം. ഈ 2 എഴുതിക്കോ, 2 പേര് 2 എഴുതി. ഈ ഗൈസ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗൈസ് look at here. ഓ ഗൈസ്, ഇവർക്ക് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ശ്രേയ റെഡ് ആയിട്ട് പിങ്ക് ആണ് എഴുതിയത്. നമ്മളെ പൊന്നു എഴുതിയ റെഡ് ആൻഡ് വയലറ്റ് ആണ്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഇവർക്ക്, കണ്ടോ, റെഡ് ആൻഡ് പിങ്ക്. അപ്പൊ ഇവർക്ക് 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. കൈയടിക്കും. ഞാൻ വീഡിയോയും കൂടെ ഞാൻ എടുക്കുന്നതായിട്ട് എനിക്ക് കൈയടിക്കാൻ